എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. വേറെ എങ്ങോട്ടുമല്ല, അയർലൻഡിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങള് ഇവിടെ നോക്ക് ഷ്രൈൻ അവിടെയാണ് പോകാനായിട്ട് റെഡി ആയിട്ട് കുറെ സമയമായിട്ടിരിക്കുകയാണ്. ഞങ്ങളെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്ന നിഷാസ് റബിനും അവർ ഇതുവരെ വന്നില്ല. ഞങ്ങളോട് പറഞ്ഞു 11 മണിക്ക് എത്താന്ന്. ഇപ്പോ മണി 1 ആയി. 1 മണിക്കൂറിനുള്ളിൽ എത്താന്ന് പറഞ്ഞ ആൾക്കാർ 1 മണിക്കൂർ നീട്ടി 2 മണിക്കൂറാക്കി, 2-3 മണിക്കൂറൊക്കെ ആയി. എന്റെ കൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ അന്നേരം തൊട്ട് ഒരുങ്ങിയിരിക്കും അല്ലേ അഞ്ചല? അല്ലേ ബേബി? നമുക്ക് മനസ്സിനൊക്കെ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ പോകാറുണ്ട്. ഇവിടെ നമുക്കൊരു 45 മിനിറ്റ്. എത്ര കിലോമീറ്റർ ഉണ്ട് വെച്ചാ? ഏകദേശം 100 കിലോമീറ്റർ താഴെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എന്നാണേലും ഇനി വണ്ടി കയറി ഇരിക്കാൻ പോവാണ്. കാരണം ഞങ്ങളൊന്നും കഴിച്ചില്ല. അവര് കഴിച്ചിട്ടൊക്കെ ആയിരുന്നു തോന്നുന്നു വരുന്നത്. പിള്ളേരെ കഴിപ്പിച്ചു ഞാൻ. എന്നാടി നീ കാണിക്കുന്നത്? എല്ലാരും കാണട്ടെ. ഫൈനലി നമ്മൾ കാത്തു നിന്ന ആൾക്കാർ 2 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചർച്ച എത്തി. എന്തിന് കറക്റ്റ് 45 മിനിറ്റ് അല്ലേ അച്ഛാ? നമ്മൾ നോക്ക് ഷ്രൈനിൽ വന്നു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. എല്ലാവരും പള്ളിയിലേക്ക് കയറാനായിട്ട് നടന്നു വരുവാണ് കേട്ടോ. ബുക്സും ഗിഫ്റ്റൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ കയറിയതാണ്. ആഞ്ചലാക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മയിലേക്ക് സിമിലർ സ്ഥാപനമുണ്ട്, ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ ആഞ്ചലാക്കും അതുപോലെ ഒരെണ്ണം മേടിക്കുക. ഇതാണ് നമ്മുടെ നോക്ക് ഷ്രൈനിലെ ബസലിക്ക. ഏറ്റവും വലിയ പള്ളിയാണിത് ഇവിടുത്തെ. നമ്മൾ ഡൊണേഷൻ ആഞ്ചല അമേലിയയുടെ കയ്യിൽ പൈസ കൊണ്ട് ടച്ച് ചെയ്യും അവിടെ. എൻ്റെ കൈയാണ് പൈസ. ഈ ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ പാരിഷ് ചർച്ച്. അതിൻ്റെ പുറകിലായിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പാരിഷിൻ്റെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് പുതിയതായിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മതിലിൽ നിന്നെടുത്ത ഒരു കല്ലും അവരവിടെ വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇവിടെ അമേരിക്കയുടെയും അയർലൻഡിൻ്റെ ഫ്ലാഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇവിടെ കൗണ്ടി മയോ സന്ദർശിച്ചു. അവരുടെ ഫാമിലി ആരോ ഇവിടെ ഉണ്ട്. അവരെ കാണാനായിട്ട് വിസിറ്റ് ചെയ്തപ്പോൾ ഇവിടെ അയർലൻഡിൻ്റെയും അമേരിക്കയുടെയും ഫ്ലാഗ് ഇവിടെ ഒരുമിച്ച് വെച്ചതാണ്. ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ചാപ്പലുണ്ട്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനും അതുപോലെ കുറച്ച് നേരം പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഈ പാരിഷ് ചർച്ചിൻ്റെ പുറകിലുള്ള ഈ പള്ളിയിലാണ് അവർ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രൂപങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ച് അൾത്താരയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പള്ളിയുടെ സൈഡിലുള്ള ഈ കല്ലുണ്ടല്ലോ, ഇത് ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് അവർ കളക്ട് ചെയ്ത് പള്ളി ഉണ്ടാക്കിയപ്പോൾ അത് പണിയാനായിട്ട് ഉപയോഗിച്ചതാണ്. അതുപോലെ ഇവിടെ വേ ഓഫ് ദി ക്രോസിൻ്റെ സ്റ്റേഷൻസ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തിരിയൊക്കെ കത്തിക്കാനായിട്ട് നമ്മൾ നേർച്ചയിട്ടിട്ടത് ഇവിടെ ഇലക്ട്രിക് തിരികളാണ് വെച്ചിരിക്കുന്നത്. അതിന് മുന്നിലുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഓരോ ടാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോളി വാട്ടറാണ്. ഇതേ ആൾക്കാരൊക്കെ ഹോളി വാട്ടർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതെ, ഇവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അവിടെ ഒരു ചർച്ചുണ്ട്. നമ്മളിനി അങ്ങോട്ട് പോവാണ്. നല്ല മഴയാണതേ, ഇവരൊക്കെ നനയുക. ഹോളി വാട്ടറോ വീട്ടിലുണ്ടടി, വാ. ആ പള്ളി പോകുന്നുണ്ടോ? നമുക്ക് ശരിക്കും ഇവിടെ വന്നാൽ മൈൻഡ് ഭയങ്കരമായിട്ട് പീസാവും കേട്ടോ. ഭയങ്കര ഒരു സമാധാനം. അതെ, ഭയങ്കര ക്വയറ്റാണ്. ഞങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ മൈൻഡിനുണ്ടാകുമ്പോൾ, ഒരു സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ വന്നിരുന്നൊക്കെ പോകുമ്പോഴത്തേന് പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ
ബസ്സിലൊക്കെ ഒരുപാട് ആൾക്കാർ വരും. പിന്നെ ഇവിടെ ധ്യാനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ പ്രൊവിൻസിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് കൂട്ടമായിട്ട് ഇവിടെ മാസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ പ്രെയർ ഒക്കെ ഇപ്പം നമ്മുടെ എന്താ പറയുക മലയാളി കമ്മ്യൂണിറ്റിയുടെ ആണെന്നുണ്ടെങ്കിലും ചില ഞായറാഴ്ചകളിൽ പ്രെയർ ഒക്കെ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്, ഒത്തിരി പേര് വരുന്നതാണ്. ഇന്നിപ്പോൾ ഒരു ഇച്ചിരി മഴയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തിരക്ക് കുറവാണ്. എല്ലാം നല്ല തിരക്കാണ് സ്ഥലം എപ്പോഴും ഇവിടെ. ഓ, എൻ്റെ ആഞ്ചല ഇവിടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആഞ്ചലയെ തലയിൽ അയ്യോ ഇട്ടതെല്ലാം പോയോ? എങ്ങോട്ടാണ് പോകുന്നത്? മഴ നനയുവാണോ? പനി പിടിക്കത്തില്ലേ? ഇങ്ങോട്ട് വാ. അമ്മേൻ്റെ അതേ പോന്നു. Not now. I want to light a candle on myself. There's I like to do for kids as well. I'm for candles. And we should close those windows now. ആഞ്ചല അവളുടെ ബൈബിൾ കൊണ്ട് കളഞ്ഞായിരുന്നു കേട്ടോ. എവിടുന്ന് അടി കിട്ടിയത്? ആഞ്ചല ടേബിളിൽ കിട്ടിയോ? ആരാ കൊണ്ടുവച്ചത്? എന്നിട്ട് കിട്ടിയോ ഇപ്പം? ആഹാ, ഗുഡ് ഗേൾ. പാട്ടൊക്കെ പാടി എന്നെ സൂക്ഷിക്കുന്നുണ്ട്. കള്ളിയാണ്. വീട്ടിൽ ചെന്ന് അവള് നേരെ തിരിയും. എടുത്തോണ്ട് നടക്കാനല്ലേടി? എടി എടി, നിന്റെ ബൈബിൾ ആരാടി എടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചത്? വാ വായോ. ഇവിടുത്തെ മെയിൻ പള്ളിയാണ് കേട്ടോ. ഇവിടെ മാസമായിരുന്നു, ഇപ്പം മാസ് കഴിഞ്ഞു, എല്ലാവരും പോയി. ഞങ്ങളും ഇവിടെ ആണ്. വാ, ഇറങ്ങാം, വാ, വന്നേ. അയ്യോ, ഇവിടെ പ്രാർത്ഥന കൂടിയോ? വായോ. ഞങ്ങളുടെ നോക്ക് വ്ളോഗ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞങ്ങൾ എത്ര മണിക്കാണ് വെച്ചാൽ വന്നത്? 2 മണിക്ക് വന്നു. നമ്മൾ 2 മണിക്ക് വന്നു. 2-ന് വന്നു. ഇപ്പോൾ ശരിക്കും 4 മണിയായി. എല്ലാവരും ഒന്ന് നടന്നു. പിന്നെ പിള്ളേരും ടയേർഡായി, അവരുടെ പൗച്ചൊക്കെ കഴിക്കുന്നു. ഇനി ഞങ്ങൾക്ക് വീക്കിലി ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട് പിടിക്കും. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരും. താങ്ക് യു.